ഇന്ന് നമുക്ക് 2025 റിലീസായ ബന്ദൂക്ക് എന്ന കന്നഡ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു സീരിയൽ കില്ലർ തുടരെ തുടരെ കൊല നടത്തും. ആ കൊലകളെല്ലാം പോലീസിനെ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ്. കൊല ചെയ്ത ശേഷം വീഡിയോ എടുത്ത് ന്യൂസ് ചാനലിന് അയക്കും. പറ്റുമെങ്കിൽ എന്നെ പിടികൂടുവാനായിട്ട് പറഞ്ഞാണ് കൊലകൾ നടത്തിക്കൊണ്ടിരുന്നതും. എന്നാൽ കേസ് അന്വേഷിക്കുവാനായിട്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയും സൈക്കോയാൽ മരണപ്പെടുന്നു. ആരാണ് ഈ ഒരു സൈക്കോ? എന്തിനാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ പൂക്കളൊക്കെ വിൽക്കുന്നൊരു മാർക്കറ്റാണ് കാണിക്കുന്നത്. ആ മാർക്കറ്റിലേക്ക് മാസ്ക് ഒക്കെ വെച്ചെത്തുന്ന ഒരാളാണെങ്കിൽ പൂ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന മറ്റൊരാളിനെ കൊല ചെയ്യുകയാണ്. അതിനുശേഷം കൊല ചെയ്ത വീഡിയോ ഒരു ജേർണലിസ്റ്റിന് അയച്ചു കൊടുക്കുന്നു. അതിൽ പോലീസിന് വിരട്ടും പോലെയായിരുന്നു അയാൾ കൊല ചെയ്തുകൊണ്ടിരുന്നതും. മാത്രവുമല്ല, ആ ജേർണലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോ ന്യൂസ് ചാനലിൽ കൊടുക്കുകയും വീഡിയോ വൈറലാവുകയും ചെയ്തു. പോലീസുകാർക്കൊക്കെ ആകെ പ്രഷറാവുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. കൊലയാളി കൊല ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അതുപോലൊരു വീഡിയോയും ഷൂട്ട് ചെയ്ത് വീണ്ടും മീഡിയക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. വീണ്ടും ആ ഒരു വീഡിയോ വൈറലാവുകയും മീഡിയയിലാകെ ചർച്ചയാവുകയും ചെയ്തു. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഡെഡ് ബോഡി എവിടെയാണെന്നുള്ള കാര്യം പോലീസുകാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ബോഡി തപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിത്ര എന്നൊരാളിനെ ഏർപ്പാടാക്കി. ആ നാട്ടിൽ അത്യാവശ്യം ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയൊക്കെ കണ്ടെത്തുവാനായും എത്തുന്നത് ഈ മിത്രയായിരുന്നു. അങ്ങനെ മിത്ര എത്തുകയാണ്. മറ്റൊരു വശത്ത് ദുർഗ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥയെ കാണിക്കുന്നു. ദുർഗയുടെ ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയ മാനസിക പ്രശ്നമുണ്ട്. ഇവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് മരണപ്പെട്ടതിൽ പിന്നെ കുഞ്ഞ് തന്നോടൊപ്പമുണ്ട് എന്നുള്ള രീതിയിലാണ് ദുർഗയുടെ ഹസ്ബൻഡ് ജീവിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ഈ നടക്കുന്ന കൊലപാതക കേസെല്ലാം വന്നെത്തിയിരിക്കുന്നത് ദുർഗയുടെ കയ്യിലാണ്. കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദുർഗ ആ നാട്ടിലേക്കും പോകുന്നുണ്ട്. പോകുന്നതിന് മുൻപായിട്ട് തന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുപോവുകയാണ്. കാരണം ഭർത്താവിനൊരു റിലീഫ് ആകുമല്ലോ എന്നാണ് ദുർഗ കരുതുന്നതും. എന്നാൽ ഈ ഒരു വിവരം കൊലയാളി അറിയുന്നു. രുദ്രയാണ് അടുത്തതായി കേസ് അന്വേഷിക്കുവാനായി എത്തുന്നതെന്ന് സൈക്കോയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ രുദ്രയെ വെല്ലുവിളിക്കുന്നത് പോലുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണ്. രുദ്ര മാഡം, നിങ്ങൾ ഒരുപാട് കേസുകൾ സോൾവ് ചെയ്ത കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ ട്രാക്ക് റെക്കോർഡെല്ലാം പരിശോധിച്ച് നോക്കി. പക്ഷേ നിങ്ങളെ കൊണ്ട് ഈ ഒരു കേസ് സോൾവ് ചെയ്യുവാനായി പറ്റത്തേയില്ല. കഴിയുമെങ്കിൽ നിങ്ങളിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും പോലെയായിരുന്നു ആ ഒരു വീഡിയോ. അങ്ങനെ രുദ്രയാണെങ്കിൽ കേസ് അന്വേഷിക്കുവാനായി പോകുവാനായും തീരുമാനിക്കുകയാണ്. മറ്റൊരു വശത്ത് ആറ്റിൽ ഡെഡ് ബോഡി ഉണ്ടെന്ന് വിവരം കിട്ടിയ പോലീസ് മിത്രയും കൊണ്ട് ആറ് മുഴുവൻ പരിശോധിപ്പിച്ചു. മഴ പെയ്ത് വെള്ളം കലങ്ങിയിരുന്നതിനാൽ ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. ഒടുവിലൊരു ചാക്ക് കെട്ട് കിട്ടുകയാണ്. അതിലായിരുന്നു ഡെഡ് ബോഡി ഉള്ളതും. മറ്റൊരു വശത്ത് വിശ്വ എന്ന പയ്യനെയും അവന്റെ കൂട്ടുകാരനെയും കാണിക്കുന്നു. വിശ്വയ്ക്കാണെങ്കിലോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്യുവാനായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിലൊരു റോസാപ്പൂവും കൊണ്ട് പോകുമെങ്കിലും പേടിച്ചവൻ 3 റോസ 10 രൂപ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ രുദ്രയാണെങ്കിലോ ചാർജ് എടുക്കുവാനായും എത്തിയിരിക്കുകയാണ്. ആ വിവരം അറിഞ്ഞ സൈക്കോയാണെങ്കിൽ രുദ്രയെ വെൽക്കം ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്യുന്നു. രുദ്ര വന്നത് പ്രമാണിച്ച് സൈക്കോ നടത്തിയ അടുത്ത കൊലപാതകത്തിന്റെ വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ രുദ്രയും കൂട്ടരും സംഭവ സ്ഥലത്തേക്ക് എത്തും. എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കാം ഇവൻ ഇത് ചെയ്യുന്നതെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല. ചിലപ്പോൾ ആകാം, പക്ഷേ അയാൾ ഒരു ബുദ്ധിമാനാണ്. ഇതുവരെയും ഡെഡ് ബോഡി കിട്ടിയതെല്ലാം വെള്ളത്തിനടിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അധികം തെളിവൊന്നും കണ്ടെത്താനാകില്ല എന്ന് സൈക്കോയ്ക്ക് അറിയാമെന്നുള്ള കാര്യം രുദ്ര പറയുന്നു. വെള്ളത്തിൽ നിന്നും ആദ്യം കിട്ടിയ ഡെഡ് ബോഡിയിൽ നിന്നും ഒരു ബ്ലാങ്ക് വൈറ്റ് പേപ്പർ കിട്ടിയിരുന്നു. മാത്രവുമല്ല, വെള്ളത്തിൽ കിടന്ന ബോഡി അഴുകിയത് കൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടാനും പാടാണെന്നും ഫോറൻസിക് ടീം പറയും. രുദ്ര മീഡിയയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ്. രുദ്ര പറയുന്നത് 3 തരത്തിൽ സൈക്കോകളുണ്ട്. 1, കൊല ചെയ്തതിനു ശേഷം ഭയന്ന് ജീവിക്കുന്നവർ. 2, കൊല ചെയ്തിട്ട് മറ്റൊരു തനിമേൽ കുറ്റം ചാർത്തുന്നവർ. 3, കൊല ചെയ്തിട്ട് ഓവർ കോൺഫിഡൻസോടെ പുറത്ത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവർ. എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് രുദ്ര പറയും. രുദ്രയും കൂട്ടരും സൈക്കോയെ പിടികൂടുവാനായിട്ട് ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. അന്വേഷണവും ആരംഭിച്ചു. അതേസമയം മനസ്സിന് വല്ലാതെ അപ്സെറ്റായിരിക്കുന്ന രുദ്രയുടെ ഭർത്താവിനെ കാണിക്കുന്നു. ഭർത്താവിനാണെങ്കിലോ കൊക്കെയിൻ ആവശ്യമായിരുന്നു. അതൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, അതായത് രുദ്രയുടെ അസിസ്റ്റന്റിനോട്. രുദ്ര ഇതൊരിക്കലും അറിയരുതെന്ന് രണ്ടാളും പരസ്പരം തീരുമാനിക്കുകയും കൊക്കെയിൻ വിൽക്കുന്നിടത്തേക്ക് രുദ്രയുടെ ഭർത്താവിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. പോലീസ് അറിയാതെയാണ് ആ ടീം ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പോലീസ് അവരെ എത്ര തന്നെ നിർത്തിപ്പിക്കാൻ നോക്കിയിട്ടും നടന്നതേയില്ല. രുദ്രയുടെ ഭർത്താവാണെങ്കിലോ സാധനവും വാങ്ങി പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് വിശ്വയും കൂട്ടുകാരനെയും കാണിക്കുന്നു.
രണ്ടാളും അനാഥരായതിനാൽ ഓർഫണേജിലാണ് കഴിയുന്നത്. ഓർഫണേജിലെ ഓണർ തന്റെ സ്വത്തെല്ലാം വിറ്റിട്ടാണ് ഓർഫണേജ് തുടങ്ങിയതും. വിശ്വയും കൂട്ടുകാരനെയും സ്വന്തം മകനെ പോലെയാണ് ഓണർ വളർത്തുന്നത്. എന്നാൽ ഓണർ പറയുന്നതൊന്നും രണ്ടാളും കേൾക്കത്തേയില്ല. ആ ഒരു സങ്കടമെല്ലാം ഓണർ ഫുഡ് കൊടുക്കുവാനായി വന്ന സ്ത്രീയോട് പറയും. ആട്ടെ, നിങ്ങളുടെ മകൻ എവിടെയാണെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോഴോ അറിയുന്നില്ലെന്നായിരുന്നു ഓണറുടെ മറുപടി. അപ്പോഴാണ് ഓണറിന്റെ മകനെ കാണിക്കുന്നത്. അവനും കൂട്ടുകാരനും ചേർന്ന് മോഷണം നടത്തുകയാണ്. അച്ഛൻ സ്വത്തെല്ലാം വിറ്റ് ഓർഫണേജ് തുടങ്ങിയതിന്റെ ദേഷ്യത്തിലാണ് അച്ഛനെ വിട്ടവൻ പോയത്. ആ പയ്യന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ഓർഫണേജിലെ വിശ്വയും ഫ്രണ്ട്സിനെയും പറ്റി പറയുമ്പോൾ അവന് വല്ലാതെ ദേഷ്യം വരും. സ്വന്തം മക്കളെ പോലെ അച്ഛൻ അവരെ വളർത്തുന്നത് അവൻ ഇഷ്ടമേയല്ല. അതേസമയം വിശ്വയെ കാണിക്കുകയാണ്. വിശ്വ അവൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുവാനായി ശ്രമിക്കും. പക്ഷേ നടക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് ആണ് കാണിക്കുന്നത്. ക്രൈം സീനിൽ നിന്നും പോലീസുകാർക്ക് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അത് മാച്ച് ചെയ്ത് നോക്കുമ്പോഴോ വീരജ് എന്ന ആളുമായി മാച്ച് ആകും. വീരജ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. വീരജ് ജയിലിലാണ്. പക്ഷേ വീരജിനാണെങ്കിൽ നല്ല പാർട്ടി സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ജയിലിലേക്ക് വരാനും പോകുവാനും കഴിയും. ഇപ്പോൾ വീരജ് ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വീരജിനെ സംശയമുണ്ടായിരുന്ന രുദ്ര വീരജിന് വേണ്ടിയിട്ട് അന്വേഷണവും ആരംഭിച്ചു. അതേസമയം രുദ്രയോടൊപ്പം വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസറിനെ കാണിക്കും. ഒരാളെ കാണുവാനായി എത്തിയിരിക്കുകയാണ് ആ ഓഫീസർ, അതായത് രുദ്രയുടെ അസിസ്റ്റന്റ്. അപ്പോൾ അയാൾ മിത്രയെ പറ്റിയുള്ള ഒരു കഥ പറയുകയാണ്. മുൻപ് മിത്ര കള്ള് ഷോപ്പിൽ ഇരിക്കവേ മിത്ര കൊന്ന ആളിന്റെ സഹോദരൻ മിത്രയെ കൊല്ലുവാനായി എത്തുന്നു. ചോളക്കാട്ടിൽ ഒളിച്ചിരിക്കും. അപ്പോഴേക്കും മറ്റൊരു ടീം അവിടേക്ക് വരും. അവരെ കണ്ടതും കൊല്ലാൻ വന്നവർ പേടിച്ചു പോവുകയാണ്. വന്നയാൾ വീരജും കൂട്ടുകാരനുമായിരുന്നു. ഷാപ്പുകാരൻ വീരജിന് പൈസ തിരികെ കൊടുക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അത് കൊടുക്കാത്തതിന് മകളെ കൊണ്ടുപോകാൻ വന്നതാ. കുട്ടിയുടെ അമ്മ കരഞ്ഞ് കാല് പിടിക്കും. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന മിത്രയാണെങ്കിൽ കയ്യിലെ സിഗരറ്റ് കത്തിയെരിഞ്ഞ് തീർന്ന് കൈ പൊള്ളിയപ്പോഴാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. മിത്ര അവരെ എല്ലാവരെയും എതിർക്കവേ വീരജ് മിത്രയെ തല്ലുന്നു. കഥ കേട്ടുകൊണ്ടിരിക്കവേ തന്നെ പോലീസ് ഓഫീസറിന് ഒരു കോള് വരികയാണ്. കില്ലർ മറ്റൊരാളെ കൊന്നുവെന്ന്. വിക്ടിമിനെ പോലീസുകാർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സംഭവ സ്ഥലത്തേക്ക് എത്രയും വേഗം എത്തണമെന്നും പറയുന്നു. അപ്പോൾ അവിടെ കണ്ട ഡെഡ് ബോഡി മറ്റാരുടേതുമല്ല, വീരജിൻ്റെതായിരുന്നു. വീരജാണ് സൈക്കോ എന്നവർ കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീരജിന്റെ ഡെഡ് ബോഡി കിട്ടിയതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പോലീസുകാർ എല്ലാവരും ഞെട്ടി നിൽക്കുകയാ. വീരജിന്റെ ഡെഡ് ബോഡി പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധൻ പറയുന്നത് ഇതുവരെ നടന്ന കൊലപാതകമെല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയതാ. എന്നാൽ ഇപ്പോൾ നടന്നത് പെട്ടെന്ന് വെപ്രാളത്തിൽ ചെയ്തതാ. 3 കൊലപാതകത്തിൽ നിന്നും 3 കാര്യം കിട്ടിയിട്ടുണ്ട്. 1 വെള്ള പേപ്പർ, 2 ഒരു ബുള്ളറ്റ്, 3 താക്കോൽ. ഇതിലെന്തോ മീനിങ് ഉണ്ടെന്നും രുദ്രയോട് പറയുകയാണ് ഫോറൻസിക് ഓഫീസർ. മിത്രയെ അടിച്ച് ചോദ്യം ചെയ്യണമെന്നും രുദ്ര പറയുന്നു. വീരജിനെ കൊന്നത് മിത്രയാണെന്ന് കരുതും. ഞാനാണ് കൊന്നതെങ്കിൽ ഞാൻ എളുപ്പം പിടിതരില്ലെന്നും മിത്ര പറയുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുകയാ. ആരായിരിക്കും യഥാർത്ഥ കൊലയാളിയെന്ന് അവർക്ക് സംശയമുണ്ടാകും. എന്നാൽ മറ്റൊരു വശത്ത് വിശ്വയും കൂട്ടുകാരനെയും കാണിക്കുന്നു. കാമുകിക്ക് പൂ കൊടുക്കുവാനായിട്ട് ഗ്രൗണ്ട് വഴി പോവുകയായിരുന്നു രണ്ടുപേരും. അവിടെ വെച്ച് ഓർഫണേജ് നടത്തുന്ന ആളുടെ മകൻ അവരെ പിടിച്ചു നിർത്തുകയും 2 കൂട്ടരും തമ്മിൽ അടിയാവുകയും ചെയ്തു. മുറിവുകളുമായി ഓർഫണേജിലേക്ക് എത്തിയ വിശ്വയും കൂട്ടരെയും ഓണർ ഒരുപാട് വഴക്ക് പറയും. ഇനി ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ കഴിയണമെന്നും വിരട്ടുകയാണ്. എന്നാൽ മിത്ര ജയിലിൽ കിടക്കവേ മറ്റൊരു മരണം കൂടി നടന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, പോലീസ് ഉദ്യോഗസ്ഥയായ രുദ്രയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥ കൂടി മരിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അറിയത്തേയില്ല. മിത്ര സ്റ്റേഷനിലായതിനാൽ ഇതിനെല്ലാത്തിനും പിന്നിൽ അവരല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതിനാൽ കസ്റ്റഡിയിലായിരുന്ന മിത്രയും കൂട്ടുകാരെയും പറഞ്ഞു വിടുകയാണ് ചെയ്തതും. പുറത്തിറങ്ങിയ അവർ എങ്ങനെയെങ്കിലും കാശൊപ്പിച്ച് സെറ്റിലാകണം. ട്രസ്റ്റിന്റെ കീഴിൽ കോടിക്കണക്കിന് കാശുണ്ട്, അത് അടിച്ചു മാറ്റണമെന്നും തീരുമാനിക്കും. മറ്റൊരു വശത്ത് രുദ്രയുടെ മരണത്തോടെ ഭർത്താവ് ആകെ തകർന്നുപോയി. കേസന്വേഷണം CBIക്കും കൈമാറി. എന്നാൽ രുദ്രയുടെ ഭർത്താവ് കേസന്വേഷണത്തിൽ താനും കൂടെ കൂടാമെന്ന് പറയുമ്പോഴോ ജോലിയിലല്ലാത്ത ആളിനെ കൂടെ കൂട്ടുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആയതിനാൽ രുദ്രയുടെ ഭർത്താവ് സ്വമേധയാ കേസന്വേഷണവും ആരംഭിച്ചു. മുൻപ് രുദ്രയുടെ ഭർത്താവിന് ഡ്രഗ്സ് കൊടുത്ത ആൾ പോലീസിന്റെ ഇൻഫോമർ ആയതിനാൽ അവനെയും കൂടെ കൂട്ടുവാനായിട്ട് പോലീസുകാർ പറയും. അടുത്ത ദിവസം രുദ്രയുടെ ഭർത്താവിനെ കാണുവാനായിട്ട് ഇൻഫോമറും എത്തിക്കുകയാണ്. അപ്പോൾ രുദ്രയുടെ ഭർത്താവ് ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ചക്രവ്യൂഹം. ഇതിനുള്ളിലാണ് സൈക്കോകളും പോലീസുകാരും കറങ്ങുന്നത്. ഞാനവരെ പിടിക്കുമെന്നും പറയുന്നു. അതേസമയം മുൻപ് രുദ്ര കണ്ടെത്തിയിരുന്ന കാര്യങ്ങളുടെ എല്ലാം കേസ് ഫയൽ നോക്കുമ്പോഴോ അതിനുള്ളിലെ വെള്ള പേപ്പറിൽ മദ്യം വീണതും എന്തൊക്കെയോ ലെറ്ററുകൾ തെളിഞ്ഞു വരുന്നു. പണം തട്ടുവാൻ വേണ്ടിയിട്ട് മിത്രയും ടീമും മെസ്സേജുകളൊക്കെ കൈമാറിയിരുന്ന രീതിയാണത്. മാത്രമല്ല പബ്ലിഷ് ചെയ്യാത്തൊരു ബുക്കിലെ പേപ്പർ കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് എഴുതിയ ആളിനെ കണ്ടെത്തുവാനായും തീരുമാനിക്കുന്നു. അയാളെ കണ്ടെത്തി അയാളെ കാണുവാനായും പോവുകയാണ്. എഴുത്തുകാരന് കണ്ണിന് കാഴ്ചയില്ല. താൻ ജയിലിലായിരുന്നപ്പോൾ എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണതെന്നും പറയുന്നു.
അതേസമയം തന്നെ വേറെ വഴിയൊന്നും തെളിയാതെ രുദ്രയുടെ ഭർത്താവ് സൈക്കോയുടെ വീഡിയോ ആദ്യം കയ്യിൽ കിട്ടിയ ജേർണലിസ്റ്റിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയാണ്. ആദ്യം അവർ പറയുവാനായിട്ട് മടിക്കും, എന്നാൽ പിന്നീട് അവർ സത്യം തുറന്നു പറയുന്നു. ചാനൽ പൂട്ടാറായ സമയമായിരുന്നു. അപ്പോൾ ഒരു നമ്പറിൽ നിന്നും കോള് വന്നു. കൊലപാതക വീഡിയോ തരാം, പകരം കാശ് തരണമെന്നായിരുന്നു പറഞ്ഞതും. ആ പെൺകുട്ടി അതൊന്നും ആദ്യം വിശ്വസിച്ചില്ല. ഒടുവിൽ അവരുടെ മെയിലിലേക്ക് ഒരു വീഡിയോ വന്നു. അത് കൊലപാതകം ചെയ്യുന്നതിൻ്റെതായിരുന്നു. ആ ഒരു വീഡിയോ ഹെഡിനെ കാണിച്ചു. വീഡിയോ പബ്ലിഷ് ചെയ്തതിലൂടെ ചാനൽ രക്ഷപ്പെടുമെന്ന് അവർ കരുതിയെന്നും പെൺകുട്ടി പറഞ്ഞു. വീഡിയോ വന്നതിന്റെ അഡ്രസ്സ് ട്രേസ് ചെയ്തെത്തുമ്പോഴോ സൈക്കോ രക്ഷപ്പെട്ടിരുന്നു. അവിടെ അന്ന് രുദ്രയുടെ ഭർത്താവ് വരച്ച ചിത്രവും ഉണ്ടായിരുന്നു. അത് കണ്ടയാൾ ഞെട്ടിപ്പോകും. അതേസമയം തന്നെ വിശ്വയുടെയും കൂട്ടുകാരന്റെയും അടുത്തെത്തിയ ഓണറാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുകയാണ്. എന്തിനാണ് അവർക്ക് തോക്ക് കൊടുത്തതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് ജീപ്പിൽ പോവുകയായിരുന്ന രുദ്രയുടെ ഭർത്താവിനോട് മിത്ര ലിഫ്റ്റ് ചോദിക്കുന്നു. മിത്രയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. വണ്ടിയിൽ കയറിയ മിത്ര രുദ്രയുടെ ഭർത്താവിനോട് കേസിനെ പറ്റിയൊക്കെ ചോദിക്കും. MLA യുടെ മകനെ കാണാതായാൽ എല്ലാവരും അതിലേക്ക് തിരിയും. അപ്പോൾ സാറിന് കേസ് അന്വേഷിക്കുവാനായിട്ട് ടൈം കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴോ, നീ എന്ത് മണ്ടതരമായി പറയുന്നതെന്ന് രുദ്രയുടെ ഭർത്താവ് ചോദിക്കുന്നു. ഞാൻ MLA യുടെ മകനെ തട്ടിക്കൊണ്ടുപോയി എന്നും മിത്ര പറയുന്നു. അതേ സമയമായിരുന്നു അവർക്കൊരു ഇൻഫോമറിലെ അയാളിൽ നിന്നും കോള് വരുന്നത്. രുദ്ര മരിക്കുന്നതിന് മുൻപ് മിത്രയാണ് കില്ലറെന്ന് കണ്ടെത്തിയ കാര്യം തുറന്നു പറയും. മിത്രയാണ് കില്ലറെന്ന് മനസ്സിലാക്കിയ രുദ്രയുടെ ഭർത്താവ് നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴോ, അപ്പോൾ മിത്ര ഒരു കാര്യം പറയുന്നു. രുദ്ര മരിക്കുന്ന രാത്രി രുദ്രയും ഭർത്താവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കാരണം ഒരു ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടിയ താക്കോൽ ഭർത്താവിൻ്റെതായിരുന്നു. നിങ്ങൾക്കിതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുമ്പോഴോ ഭർത്താവ് രുദ്രയെ പിടിച്ച് തള്ളി. രുദ്ര വന്നു വീണ് തലയിടിച്ച് മരണപ്പെട്ടു. എന്നാൽ ഭർത്താവ് ആരും അറിയാതെ ഡെഡ് ബോഡി എങ്ങനെയാണോ സൈക്കോ ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഉപേക്ഷിച്ചു. സൈക്കോയാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇതെല്ലാം മിത്രയുടെ കൂട്ടുകാർ കാണുന്നുണ്ടായിരുന്നു. അവർ വീഡിയോ എടുക്കുകയും ചെയ്തു. ജയിലിൽ കിടക്കുന്ന സമയത്താണ് മിത്ര ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. MLA യുടെ മകനെ കൊന്ന് രുദ്രയുടെ ഭർത്താവിന്റെ കാറിന്റെ ഡിക്കിയിൽ വെച്ച മിത്ര ഈ ഡെഡ് ബോഡിയും നീ എങ്ങനെയാണോ രുദ്രയുടെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചത് അതുപോലെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. അതിനുശേഷം വിശ്വയെ കാണിക്കും. ഓണർ തോക്ക് കൊടുത്തത് തന്റെ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. തോക്കുമായി പോയ അവർ ആളിനെ കൊന്നിട്ട് ഒരു പുലിവേഷത്തിലാണ് തിരിച്ചു വരുന്നത്. വരുന്ന വഴിയിൽ വിശ്വയുടെ കാമുകിയായ ലക്ഷ്മിയാണെങ്കിൽ ഓടി വരുന്നത് കാണും. അവളെ ആരോ കൊല്ലാൻ ഓടിക്കുകയാ. ഒരുവിധം വിശ്വയും കൂട്ടുകാരും ചേർന്ന് ലക്ഷ്മിയെ രക്ഷിച്ചു. ഓണർ മോശമാണെന്നും കുട്ടികളെ വെച്ച് ക്രൈം ചെയ്യിപ്പിക്കുകയാണ്. അയാളുടെ ഉദ്ദേശം 18 വയസ്സ് കഴിഞ്ഞാൽ കൊന്നു കളയുക എന്നതാണെന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നു. ഈ ഒരു സത്യം അറിഞ്ഞതിനാലാണ് ലക്ഷ്മി അവർ കൊല്ലുവാനായി ഓടിച്ചത്. ഓണറിനോട് ചോദിക്കണമെന്ന് വിശ്വ തീരുമാനിക്കുമ്പോൾ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടിയും. ലക്ഷ്മിക്ക് വിശക്കുന്നതിനാൽ ഫുഡ് വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ വിശ്വ കാണുന്ന കാഴ്ച റേപ്പ് ചെയ്യപ്പെട്ട് കഴുത്തറുത്ത നിലയിൽ കിടക്കുന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മി മരിക്കുന്നതിന് മുൻപ് വിശ്വയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവന്റെ മടിയിൽ കിടന്നാണ് അവൾ മരിച്ചതും. അതോടുകൂടി വിശ്വ ആകെ തകർന്നു പോവുകയാണ്. ഇതെല്ലാം ചെയ്തത് ഓണറുടെ മകനും കൂട്ടുകാരനുമാണെന്നും വിശ്വയ്ക്ക് മനസ്സിലായി. ആ സീൻ അവിടെ കട്ടായി മിത്രയും കൂട്ടുകാരനെയും കുറച്ചു പേർ ചേർന്ന് ആക്രമിക്കും. കൂട്ടുകാരൻ മിത്രയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ വിശ്വ തന്നെയാണ് മിത്ര. മിത്രയുടെ കുട്ടിക്കാലമാണ് വിശ്വ എന്ന രീതിയിൽ കാണിച്ചത്. മിത്രയുടെ യഥാർത്ഥ പേര് വിശ്വാമിത്ര എന്നാണ്. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് വിശ്വയുടെ കഥയും മിത്രയുടെ കഥയും കാണിച്ചത്. 2 സമയവും അവന് പ്രിയപ്പെട്ടവർ അവന്റെ മടിയിൽ കിടന്ന് മരിച്ചു. അതിന് പിന്നിലുള്ള ആളിനെ കണ്ടെത്തി ചെല്ലുകയാണ്. അത് മറ്റാരുമല്ല, MLA ആയിരുന്നു. ആ MLA ആണ് പഴയ ഓർഫണേജിന്റെ ഓണർ. ഓണറിനെ കണ്ടതും മിത്രയും ഞെട്ടിപ്പോകും. ഓർഫണേജ് നടത്തുന്ന നല്ലവനായ തന്റെ ഇരട്ട സഹോദരനെ കൊന്ന് അവിടേക്ക് MLA സഹോദരൻ എത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നല്ല രീതിക്ക് അവരോട് പെരുമാറിയിരുന്ന സഹോദരനെയാണ് ഈ സഹോദരൻ കൊന്നുകളഞ്ഞിട്ട് അവിടേക്ക് കയറിയതിനു ശേഷം കുട്ടികളെ കൊണ്ടൊക്കെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുവാനായും തുടങ്ങിയത്. എന്നാൽ അവിടേക്ക് രുദ്രയുടെ ഭർത്താവും എത്തുന്നുണ്ട്. അതേസമയം MLA മിത്രയെ കൊല്ലുവാനായിട്ട് കുറച്ച് കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് പറഞ്ഞുവിടും. അതേസമയം രുദ്രയുടെ ഭർത്താവിനോട് സംസാരിക്കുന്ന മിത്ര പറയുന്നത്, മുൻപ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന രുദ്രയുടെ ഭർത്താവാണെങ്കിലോ ലക്ഷ്മിയും വിശ്വയും നാടുവിട്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരെ ഒന്നും സഹായിച്ചതുമില്ല. ലക്ഷ്മിയും മരണപ്പെട്ടു പോയല്ലോ. രുദ്രയുടെ ഭർത്താവ് സഹായിച്ചതെല്ലാം ഓർഫണേജിലെ ഓണറിനെയായിരുന്നു. അവരെയാണ് രക്ഷിക്കുകയും ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ഇതിനെല്ലാം പിന്നിലുള്ള എല്ലാവരെയും മിത്ര ഓരോന്നോരോന്നായി കൊന്നു. ലിസ്റ്റിൽ രുദ്രയുടെ ഭർത്താവുമുണ്ട്. കൊല്ലാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു അവരുടെ കുഞ്ഞ് മരിച്ചു പോയതും. അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും രുദ്രയെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നും തീരുമാനിച്ചു.
കൊലപാതകം ചെയ്യുന്നതെല്ലാം വീഡിയോ എടുത്ത് രുദ്രയെ വെല്ലുവിളിച്ചു. ഓരോ ഡെഡ് ബോഡിയും ഉപേക്ഷിക്കുന്ന സ്ഥലത്ത് ഓരോ തെളിവും അവശേഷിപ്പിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഭർത്താവ് അടിച്ച അടിയിൽ രുദ്ര മരിച്ചുപോയി. അതിനു പിന്നിൽ സൈക്കോയാണെന്ന് ഭർത്താവ് വരുത്തി തീർത്തു. അതുകൊണ്ടാണ് മിത്ര കളത്തിലേക്ക് ഇറങ്ങിയതും. രുദ്രയുടെ ഭർത്താവിന് മുന്നിലേക്ക് തോക്കുവെച്ച മിത്ര തെറ്റ് തിരുത്തുവാനായിട്ട് ഒരു വഴിയുണ്ട്. നീ നിന്നെ തന്നെ ഷൂട്ട് ചെയ്യുക. രുദ്രയുടെ ഭർത്താവാണെങ്കിലോ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു. അവിടേക്ക് എത്തിയ MLA ആണെങ്കിലോ ആ തോക്കെടുത്ത് മിത്രയെ വെടിവെച്ച് കൊല്ലുവാനായി നോക്കവേ തോക്കിൽ ബുള്ളറ്റില്ലായിരുന്നു. ആകെ ഒരു ബുള്ളറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഓണറിന്റെ ഓർഫണേജിലെ പിള്ളേരാണെങ്കിൽ തോക്കുമായി എത്തി. മിത്രയുടെ തലയിൽ തോക്ക് ചൂണ്ടി. അതെല്ലാം കണ്ട് ഓണർ ധൈര്യത്തിൽ കാലിന്മേൽ കാലും വെച്ചിരിക്കുന്ന സമയത്താണ് പിള്ളേർ ഓണർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. എന്താ ഞെട്ടിപ്പോയോ? ഇവരെന്റെ സൈഡാണ്. ഞാൻ ഇവർക്ക് ഇതിനേക്കാൾ വലിയ വെപ്പൺ നൽകി, പേന. പഠിക്കുവാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. അവരെന്റെ സൈഡാണെന്നും മിത്ര പറയുന്നു. അങ്ങനെ ഓണറിനെ തീ കൊളുത്തി. പക്ഷേ കൊന്നില്ല. പകുതി വെന്ത ഓണറിനെ ഓർഫണേജിന് മുന്നിൽ കൊണ്ടുവന്ന് ഭിക്ഷയ്ക്കിരുത്തുകയാണ്. മിത്രയെ സഹായിച്ച ജേർണലിസ്റ്റ്, പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവർക്കും കാശ് നൽകി. പാവപ്പെട്ടവർക്കും ഒരുപാട് കാശ് നൽകി മിത്ര സഹായിച്ചു. മാത്രവുമല്ല, പ്രതികാരം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം നടക്കവേ മിത്രയെ കൊല്ലുവാനായിട്ട് ഒരു പയ്യൻ തോക്കുമായി വരും. അതാരെന്നാൽ ഓണർ പറഞ്ഞിട്ട് പണ്ട് വിശ്വയും കൂട്ടുകാരനും പുലിവേഷം കെട്ടി ഒരാളെ കൊല്ലുവാനായി പോയില്ലേ, അയാളെ കൊന്നില്ലേ? അയാൾ യഥാർത്ഥത്തിൽ പാപമായിരുന്നു. ഓണറുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓണർ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിച്ചതും. അയാളുടെ മകനാണ് മിത്രയെ കൊല്ലുവാനായി എത്തിയിരിക്കുന്നത്. പാവപ്പെട്ട ഒരു മനുഷ്യൻ താൻ കാരണം കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റിന് ഇതാണ് പരിഹാരമെന്ന് പറഞ്ഞ് അവന്റെ മുന്നിലേക്ക് പോയി നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് മിത്ര. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.